അപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മളെപ്പോഴും വളരെ കാര്യമായിട്ട് അവരെ പരിഗണിക്കാറുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് ഒരു സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്കുമായിട്ട് എത്തിയിരിക്കുകയാണ് NSS വോളണ്ടിയർമാർ. കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാരാണ് സാമൂഹ്യ സേവനത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വസ്ത്ര ബാങ്കിലേക്ക് ശേഖരിക്കുന്നത്. കൊടിയത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഒരു വസ്ത്രവണ്ടി എത്തും. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങളാണ്, പുതിയതല്ല. എന്നാൽ പഴയത് അണുവിമുക്തമാക്കി പുതുമ നഷ്ടപ്പെടാതെയാണ് എത്തിക്കുന്നത്. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് ഈ സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്ക് എന്ന ആശയവുമായി രംഗത്തെത്തിയത്. ഇത് നല്ല ക്വാളിറ്റിയിൽ 1-2 തവണ ഉപയോഗിച്ച് നമ്മൾ വീടുകളിൽ അലമാരയിൽ മാറ്റി വെക്കുന്ന വസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾ ശേഖരിച്ചത്. അതിവിടെ കൊണ്ടുവന്ന് അവർ നന്നായിട്ട് അലക്കി അയൺ ചെയ്ത് അതുകൊണ്ട് നന്നായി പാക്ക് ചെയ്ത് തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കൊടിയത്തൂരും പരിസരത്തും താമസിച്ച് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ സംരംഭം. ഒഴിവു ദിവസങ്ങളിൽ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് വളണ്ടിയർമാരുടെ സേവനം. തൊഴിലാളികൾക്ക് യഥേഷ്ടം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരമൊരുക്കുകയും ചെയ്യും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തൊഴിലാളികൾ എവിടെയാണോ താമസിക്കുന്നത് അവിടങ്ങളിലേക്ക് ഞങ്ങളുടെ വണ്ടികളിൽ സാധനമായിട്ട് പോവുക, അവർക്ക് അവിടെ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ മനുഷ്യസ്നേഹവും പങ്കുവയ്ക്കൽ മനോഭാവവും പുനരുപയോഗശീലവും ലക്ഷ്യമിട്ടാണ് പദ്ധതി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വസ്ത്ര ബാങ്ക് ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 കോഴിക്കോട്.